കുറച്ച് ദിവസമായിട്ട് നമ്മൾ വണ്ടി എവിടെയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലവർ പറയുന്നുണ്ട് പെട്രോളിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ എന്തോ പൈപ്പ് എന്തോ ലീക്കോ എന്തോ സംഭവമായിട്ടാണ് നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഈ പെട്രോളിൻ്റെ സ്മെല്ല് വരുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ടാങ്കിൻ്റെ കവറാണ് നമ്മൾ ആദ്യം അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കവർ അടിച്ചെടുക്കാനായിട്ട് ഈ കവറിൻ്റെ മുകളിലായിട്ട് കുറച്ച് എല്ലെങ്കിൽ ബോൾട്ട്സ് വരുന്നുണ്ട്. ആ ഒരു ബോൾട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതുണ്ടോ ഈ കവർ ഇതേപോലെ നമുക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് എടുക്കാം. ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കവർ മാറ്റിയെടുക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു NS വണ്ടികളുടെയൊക്കെ മൊത്തം അതേപോലത്തെയാണ് വരുന്നത്. അതായത് ഈ ഒരു കവർ ഒക്കെ സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ ഈ ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമുക്ക് ആ ഒരു പൈപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ പൈപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ടാങ്ക് ഒന്ന് അഴിച്ചെടുക്കാം. ടാങ്ക് അഴിക്കാനായിട്ട് ഇവിടെ ഒരു 12ൻ്റെ ബോൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ബോൾട്ടാണ് വരുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ബോൾട്ടും നമ്മൾ അഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബോൾട്ട് അടിച്ചതിന് ശേഷം ഇനി ടാങ്ക് ഇതുപോലെ മെല്ലെ എടുത്തിട്ട് നമ്മളിവിടെ വെക്കാൻ പോവുകയാണ്. അടിയത്തെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടാങ്ക് ഒന്ന് സേഫായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു റബ്ബറിൻ്റെ. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആ ഒരു പെട്രോൾ പൈപ്പ് കേട്ടോ. അപ്പോൾ ഈ ത്രോട്ടിൽ ബോർഡ് മുകൾ വശത്തൊക്കെ നോക്കിയൊക്കെ ഫുള്ളായിട്ട് കണ്ടോ, ഒരു പെട്രോൾ പോയിട്ട് ആകെ ഒരു കളറ് മാറിയിട്ട് ഒരു കറായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗത്തൊന്നും ലീക്കൊന്നും കാണാനില്ല. ഇനി നമുക്ക് ഈ ഒരു അടിഭാഗത്ത് എങ്ങനെ ലീക്ക് ആവുന്നുണ്ടോ നമുക്ക് ഇതൊന്നും എന്തായാലും ഇഞ്ചക്ടർ ഒന്ന് അഴിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ ഒരു ഇഞ്ചക്ടർ അഴിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മുകൾ വശത്ത് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കണക്ഷനായിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്തിടുക. അങ്ങനെ നമ്മൾ ആ ഒരു ഇഞ്ചക്ടർ അഴിച്ചെടുത്തിട്ടുണ്ട്, ആ ഒരു പൈപ്പും കൂടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പിൽ ഇതേപോലത്തെ ഒരു ഹോള് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. പണ്ടൊക്കെ നമ്മൾ ചില വണ്ടികളുടെയൊക്കെ ഉണ്ട് ഇതേപോലെ പെട്രോൾ പൈപ്പിൽ ഒരു ഹോൾ ഇടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തോ ഒരു ജീവി അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. അതുപോലെ എന്തോ സംഭവമാണോ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു പൈപ്പ് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ മുകൾ വശത്തൊക്കെ മൊത്തം പെട്രോളായിട്ട് ആകെ ഭയങ്കര കറായിട്ട് കിടക്കുക കേട്ടോ. ഇനി എന്തായാലും നമുക്ക് പുതിയത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ പുതിയ വരുന്ന ആ ഒരു ഇഞ്ചക്ടർ ക്യാപ്പ് അഥവാ ഒരു പെട്രോളിൻ്റെ പൈപ്പ് കേട്ടോ. അപ്പോൾ ഏകദേശം 320 രൂപ ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് നേരെ നമ്മളെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു പെട്രോളിൻ്റെ പൈപ്പ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വണ്ടി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. ലീക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു കണക്ട് ചെയ്യുന്നിടത്ത് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നമ്മളെ പൈപ്പിലൊക്കെ ഇതേപോലെ ഹോളൊക്കെ ആയിട്ട് വല്ല പണി കിട്ടി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വണ്ടി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.